ഹലോ എവരിബഡി ഗായ്സ്, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞതല്ലേ ഇതൊരു ഹറാം ബോൾ ആവത്തില്ലെന്ന്. ഇതൊരു നല്ലൊരു ഹലാൽ ബോൾ തന്നെ നമുക്ക് കിട്ടിയില്ലേ, നല്ല കിട്ടിയില്ലൻ ഗെയിമായിരുന്നല്ലോ. ശരിയാണ്, ഫസ്റ്റ് ഹാഫ് മോശമൊന്നും അല്ലായിരുന്നു. ആർസണൽ ഓക്കെ, അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫെൻസീവ് ആയിരുന്നു, കൗണ്ടർ അറ്റാക്കിംഗ് മോഡായിരുന്നു. പക്ഷേ ആർസണൽ തൊട്ടക്കം തൊട്ട് വി ആർ ക്രിയേറ്റിംഗ് ചാൻസസ്. ഗ്യോക്കറേസിന് ചാൻസ് ഉണ്ടായിരുന്നു, റൈസിന് ഒരു ചാൻസ് കിട്ടിയതാ, ഒരു വോളി അത് മിസ് ചെയ്തു. സാക്കയ്ക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് ആർസണൽ ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് 20 minutes വിൽ ടേക്ക് ദ ഗെയിം ടു ദം എന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. വി വെയർ ഓൺ ദ ഫ്രണ്ട് ഫുട്ട്. നമ്മൾ അറ്റാക്ക് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഗോൾ പോലും ഇല്ലായിരുന്നു. 0-0 എന്ന നിലയിലാണ് ഫസ്റ്റ് ഹാഫിൽ തീർന്നത്. അങ്ങനെ ഇരുന്നപ്പോഴും ഹാഫ് ടൈമിൽ ഞാനും ഇങ്ങനെ ആലോചിച്ചായിരുന്നു, ഇതൊരു ടൈറ്റ് ഗെയിം ആയിരിക്കും മിക്കവാറും, ഒരു 1-0 2-0 എന്നൊക്കെ ആയിരിക്കും മിക്കവാറും കളി തീരാൻ പോകുന്നത് എന്നുള്ളൊരു രീതിയിലിരിക്കുകയായിരുന്നു ഞാനും. ബട്ട് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടുന്നത്. ആ ഫ്രീ കിക്ക് ഡെക്ലൻ റൈസ് എടുക്കുന്നു, ഗ്യാബ്രിയേൽ കൺവേർട്ട് ചെയ്യുന്നു. അവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് ഒരു ഗോൾ മഴയായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഗോൾ അത് കയറാനുള്ള ഒരു താമസമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങ് ഓപ്പണപ്പായി. സെക്കൻഡ് ഗോൾ എൻ്റെ മോനെ, ഇഫ് എനി ഓഫ് യു ഗൈസ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്നലത്തെ മാച്ച് കണ്ടില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൈലൈറ്റ് എടുത്തിട്ട് നിങ്ങൾ വേറെ ഒരു ഗോളും കാണണ്ട. മാർട്ടിനെല്ലിയുടെ സെക്കൻഡ് ഗോള്, MLS ആ റണ്ണ് ഡൗൺ ദ മിഡിൽ, വാട്ട് എ ബ്രില്യൻ റൺ. ഒരു കാര്യം പറയാം, MLS അതുവരേക്കും ഹി വാസ് ഹാവിങ് എ ബാഡ് ഗെയിം ഡിഫെൻസീവ്ലി ഇച്ചിരി മോശമായിരുന്നു എന്ന് തന്നെ പറയണം MLS. പക്ഷേ ഗോയിങ് ഫോർവേഡ് നല്ലൊരു വിഷനോടെയാണ് പുള്ളി കളിച്ചത്. കുറച്ചുകൂടെ എഫക്റ്റീവായിരുന്നു. എപ്പോഴൊക്കെ അറ്റാക്കിങ്ങിൽ പോകുന്ന MLS എഫക്റ്റീവായിരുന്നു. MLS-ൻ്റെ ഒരു മിഡിൽ നിന്നൊരു ഡ്രൈവിങ് റണ്ണ്, ഇഞ്ച് പെർഫെക്റ്റ് പാസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാർട്ടിനെല്ലിക്ക് കൊടുക്കുന്നു. ആ പാസ് ദ ലെജൻഡറി ഒബ്ലാക്കിനെ കടത്തി വെട്ടി മാർട്ടിനെല്ലിയുടെ ഒരു കർവ്ഡ് ഷോട്ട്, ഇഞ്ച് പെർഫെക്റ്റ് ഷോട്ട്, അത് പോസ്റ്റിൽ തട്ടി അകത്തേക്ക് വരണം. വാട്ട് എ ഗോൾ, അമേസിങ് ഗോൾ. പണ്ട് തിയറി എൻട്രിയൊക്കെ വളച്ചാതെ അങ്ങനത്തെ ഗോളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ആ സെയിം വേൾഡ് ക്ലാസ് ഗോൾ എന്ന് തന്നെ പറയാം. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി. ആ ഒരു ടെക്നിക്ക് നമുക്കെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്, കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും ബട്ട് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടെക്നിക്ക്. കിട്ടിയില്ല ഗോള്, സെക്കൻഡ് ഗോൾ. ഐ വാസ് സോ ഹാപ്പി ഫോർ മാർട്ടിനെല്ലി. അതുവരേക്കും മാർട്ടിനെല്ലി വാസ് ഹാവിങ് എ ഗുഡ് ഗെയിം. ഫസ്റ്റ് ഹാഫ് ഫുൾ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ആയിരുന്നു കളി പോയിക്കൊണ്ടിരുന്നത്. ടിംബർ സാക്ക സുബമെൻഡി ടിംബർ സാക്ക, ഇങ്ങനെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഗെയിം ലൈവ് പോയപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ആ ലെഫ്റ്റിലും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഇവിടെ ഈ കളിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ റൈസ് MLS മാർട്ടിനെല്ലി അങ്ങനെ ആ ഒരു ഇതിൽ പോകണമെന്ന്. കാരണം സാക്ക റണ്ണിൻ ബിഹൈൻഡ് ദ ലൈൻ സാക്കയ്ക്ക് ടിംബർ 2-3 പ്രാവശ്യം ബോൾ കൊടുക്കാൻ നോക്കി. അതെല്ലാം ഈസി ആയിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിനെ പറ്റി പറയുമ്പം അവരുടെ ഡിഫൻസിനെ പറ്റി നമ്മൾ പറഞ്ഞേ പറ്റും. ദേ ഡിഫെൻഡഡ് റിയലി ബ്രില്യൻ്റ്ലി ആ ഫസ്റ്റ് ഗോൾ കയറുന്നവരേക്കും. അത് കഴിഞ്ഞ് അവർക്ക് അറ്റാക്ക് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. ബിക്കോസ് ദേ ആർ ഓൾറെഡി 1-0 ഡൗൺ. പിന്നെ ഗ്രീസ്മാനെ കൊണ്ടുവരുന്നു, അങ്ങനെ കുറേ പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്നു. അവരൊന്ന് ഓപ്പൺ അപ്പ് ആവാൻ നോക്കി, പക്ഷേ അതവർക്ക് തലവേദനയായി. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഗോൾ അടിക്കുന്നത്. തേർഡ് ഗോൾ നമ്മുടെ ഗ്യോക്കറേസിൻ്റെ വക ഒരു ഗോൾ. ഇറ്റ് ഈസ് എ സ്ക്രാപ്പി ഗോൾ. ഞാൻ ഒരു എന്താ പറയുന്നത്, തട്ടിത്തടന്ന് അവിടെ ഇവിടെ. ഇറ്റ്സ് നോട്ട് എ ബ്യൂട്ടിഫുൾ ഗോൾ. നമ്മുടെ മാർട്ടിനെല്ലി ഗോൾ അടിച്ചതിൻ്റെ വിട്ട് അതൊരു ബ്യൂട്ടിഫുൾ ഗോളോ ഒന്നുമല്ല. ബട്ട് യു നോ വാട്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഗോൾ കയറിയതിൽ. ബിക്കോസ് ആ ഗോൾ കൊടുക്കുന്ന ഗ്യോക്കറേസ് എന്ന് പറയുന്ന ആ സ്ട്രൈക്കറിന് കൊടുക്കുന്ന കോൺഫിഡൻസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അതുകൊണ്ട് ഐ വാസ് റിയലി ഹാപ്പി. ആ തേർഡ് ഗോള് ഗ്യോക്കറേസിൻ്റെ ആ ഒരു ഗോളിൽ ഐ വാസ് റിയലി ഹാപ്പി. കാരണം ആ ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് വേണം ഇനി പ്രീമിയർ ലീഗ് വന്നിട്ട് അടുത്ത കളിയിൽ ഗോളൊക്കെ അടിക്കാനൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ഈ ഗോൾ കൊടുക്കുമെന്നുള്ള ആ ഒരു സാധനത്തിൽ ഐ വാസ് റിയലി ഹാപ്പി.
അങ്ങനെയായിരുന്നു തേർഡ് ഗോള്. ഒരു സ്ക്രാപ്പി ഗോള്, ബോക്സിനകത്ത് തട്ടി തടയുന്നു, മാർട്ടിനെല്ലി അടിക്കുന്നു, അത് തിരിഞ്ഞ് വന്ന് ഗ്യോക്കറൈസിൻ്റെ കാലിൽ വീഴുന്നു, ഗ്യോക്കറൈസ് ഒരു എക്സ്ട്രാ ടച്ച് എടുക്കുന്നു, ഷോട്ട് എടുക്കുന്നു, ഷോട്ടിൻ്റെ ഡയറക്ഷൻ വേറെ, അത് ഡിഫ്ലക്റ്റായി ഡിഫൻഡറിൻ്റെ കാലിൽ തട്ടി ഡിഫ്ലക്റ്റായി ഗോളാവുന്നു. ഐ ടോൾഡ് യു ഇറ്റ്സ് എ സ്ക്രാപ്പി ഗോൾ. അതിന് ഞാൻ പൊതിയാനൊന്നും വരുന്നൊന്നുമില്ല. ഇറ്റ് ഈസ് എ സ്ക്രാപ്പി ഗോൾ. ബട്ട് ആ ഗോൾ കൊടുക്കുന്ന വാല്യൂ ഇറ്റ്സ് വെരി ഗുഡ്. അതുകൊണ്ട് ഐ വാസ് റിയലി ഹാപ്പി. ഫോർത്ത് ഗോൾ ഗൈസ്, എഗെയിൻ സെറ്റ് പീസ്. ഓക്കെ, സെറ്റ് പീസ്. ഡെക്ലൻ റൈസിൻ്റെ ഒരു അളന്ന് മൂർച്ച ഫാർ കോർണറിലേക്ക് ഒരു കോർണർ കിക്ക്. അവിടെ പറന്ന് വന്ന് ഗ്യാബ്രിയേൽ അത് ബോക്സിനകത്തേക്ക് ഇടുന്നു. അത് ഗ്യോക്കറൈസ് അത് തൈസ് കൊണ്ട് അടിച്ച് അകത്തേക്ക് കയറ്റുന്നു. ഈ ഡെക്ലൻ റൈസ് എന്ന് പറയുന്ന ഈ ഒരു ഹോഴ്സ് മെഷീൻ, വാട്ട് എ വർക്ക് ഹോഴ്സ് ഹീസ് മാൻ. പറയാൻ വാക്കുകളില്ല. പുള്ളിയുടെ ആ ഒരു വർക്ക് റേറ്റ്, ദ എമൗണ്ട് ഓഫ് എന്താ പറയുന്നത്, അത് എനിക്ക് സീരിയസ്ലി എനിക്ക് വാക്കൊന്നും കിട്ടുന്നില്ല. ഹി വർക്ക്സ് സോ ഹാർഡ് ആൻഡ് ഹി ലവ്സ് ദ ക്ലബ് എന്ന് എനിക്ക് അങ്ങ് ഫീൽ ചെയ്യണം. അത് മരിച്ച് കിടന്നാണ് കളിക്കുന്നത്. ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ക്രോസസ്, ആ ഒരു ഡെലിവറി, എൻ്റെ മോനെ പിൻ പോയിൻ്റ്. അത് സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ഗോൾ, പിന്നെ ആ ലാസ്റ്റ് ഗോളിൻ്റെ ആ ഒരു സെറ്റപ്പ്. ശരിയാണ്, ഗാബ്രിയലാണ് അത് അസിസ്റ്റ് ചെയ്യുന്നത്, ആ ഹെഡർ അകത്തേക്ക് ഇടുന്നതെങ്കിൽ പോലും. പക്ഷേ അത് ഫസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഡെക്ലൻ റൈസ് ആണ്. സോ ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ഓഫ് കോഴ്സ് ഡെക്ലൻ റൈസ് തന്നെയാണ്. പലർക്കും ഗാബ്രിയലായിരുന്നു, ചിലർക്ക് മാർട്ടിനെല്ലി ആയിരുന്നു, ചിലർക്ക് ഗ്യോക്കറൈസ് ആയിരുന്നു. ബട്ട് ഫോർ മീ ഇറ്റ് വാസ് ഡെക്ലൻ റൈസ്. ഹീ ഈസ് വർത്ത് എവ്രി പെനി. നമ്മൾ കൊടുത്ത എവ്രി പെനി, ഇറ്റ് വാസ് റിയലി വർത്ത് ഇറ്റ്. ഓരോ ഗെയിമിലും ഹി പുട്സ് ഹിസ് 100%. ഇതുപോലെ തന്നെ 100% ഇട്ട വേറൊരു പ്ലെയറുണ്ട്. നമ്മൾ പല റിവ്യൂകളിലും വിട്ടുപോകാറില്ല, എന്നാലും വളരെ സോഫ്റ്റായിട്ട് ടച്ച് ചെയ്തു പോകുന്ന ഒരു പ്ലെയറാണ് ടിംബർ. എഗെയിൻ 9 out of 10 പെർഫോമൻസ്. ഇന്നത്തെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, എല്ലാവരും നന്നായിട്ട് കളിച്ചു. അതിനകത്ത് ഇപ്പോൾ ഇച്ചിരി മോശം പറയുകയാണെങ്കിൽ MLS-ൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. മൈൽസ് ലൂയിസ് കെല്ലി ഡിഫെൻസീവ്ലി ഇച്ചിരി പൂവറായിരുന്നു. അതിപ്പോൾ കാലഫ്യൂറി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ജോബ്, അല്ലെങ്കിൽ ഹിൻകപ്പി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ജോബ് ചെയ്തേനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ഗോൾസൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ വരുത്തി. മെറീനോ വരുന്നു, അങ്ങനെ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ, ഈത്തൻ വന്യേറി വരുന്നു, അങ്ങനെ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മൾ വരുത്തിയെങ്കിലും യുനോ അങ്ങനെയായിരുന്നു ആ ഒരു ഗെയിം ഫോം അപ്പ് ചെയ്തത്. പക്ഷേ അപ്പോഴത്തേക്ക് ദ ജോബ് വാസ് ഡൺ, കഴിഞ്ഞു. നമ്മൾ 4-0 ഡൺ, ക്ലോസ്ഡ്. സി, ഈ ഒരു വിൻ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് വിൻ. ലെറ്റ്സ് നോട്ട് ഫർഗെറ്റ് ദാറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിൻ. അത്ലറ്റിക്കോ മെഡ്രിഡിനെതിരെയാണ് നമ്മൾ 4 ഗോൾ അടിച്ചിരിക്കുന്നത്. ഈ ഗെയിമിന് വരുന്നതിന് മുമ്പ് അവർ 9 ഗെയിം ലീഗിൽ കളിച്ചിട്ടുണ്ട്. ആ 9 കളികളിൽ നിന്ന് അവർ വെറും 10 ഗോളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ആ ടീമിനെതിരെയാണ് നമ്മൾ 4 ഗോള് സെക്കൻഡ് ഹാഫിൽ അടിച്ചത്. അപ്പോൾ പലരും വന്നിട്ട് പറയും, ഓ നിങ്ങൾ സെറ്റ് പീസിൽ നിന്നാണ് ഗോൾ അടിച്ചത്, അങ്ങനെ. സി, ഇറ്റ്സ് ആൻ അസെറ്റ്. അങ്ങനൊരു ക്വാളിറ്റി ഒരു ടീമിനുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അസെറ്റ്. പിന്നെ സെക്കൻഡ് ഗോൾ ഞങ്ങൾ അടിച്ച ഇറ്റ്സ് ഫ്രം ആൻ ഓപ്പൺ പ്ലേ, എ ബ്രില്യൻറ്റ് ഓപ്പൺ പ്ലേ. സോ എല്ലാത്തിനും കഴിവുള്ള ഒരു ടീമാണ് ഇപ്പോൾ ആർസണൽ. സോ ദിസ് ഈസ് വൈ ഐ എം സോ പ്രൗഡ് ഓഫ് ദ ടീം. അതായത് നമ്മൾ അങ്ങനത്തെ ഒരു ടീമിനെതിരെ, അത്ലറ്റിക്കോ മെഡ്രിഡ് സച്ച് എ ഡിഫെൻസീവ്ലി ഓർഗനൈസ്ഡ് ടീമിനെതിരെ നമ്മൾ 4 ഗോള് വിത്തൗട്ട് കൺസീഡിങ്. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റേ ഉള്ളൂ അത്ലറ്റിക്കോ മെഡ്രിഡിന്, ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ്. കഴിഞ്ഞ 3 കളികളിൽ നിന്ന് ആർസണലിന് ഫേസ് ചെയ്യേണ്ടി വന്നത് ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റാണ്. ഇറ്റ്സ് എ ഇംപ്രസീവ് റെക്കോർഡ്. പിന്നെ ക്ലീൻ ഷീറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇറ്റ്സ് ആൻ ഇംപ്രസീവ് റെക്കോർഡ്. ലീഗിൽ വെറും 3 ഗോളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഇതുവരെ, അതും ഓപ്പൺ പ്ലേയിൽ നിന്ന് 1 ഗോള്. നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഇസ് എ റൈറ്റ് ഡയറക്ഷൻ. ഒരു കുറ്റവും പറയാനില്ല, ഒന്നുമില്ല. വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ മതി.
താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. നിങ്ങളിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നറിയാം. ഓക്കെ, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്.